അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത സെഷനിലേക്ക് പോവാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, ഔഷധ ഗുണമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഈ ബയോ നേച്ചറൽസ് എന്നാണ് അതിന്റെ ബ്രാൻഡ്. ഇന്ന് മുടിയുടെ ആരോഗ്യം, ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സംസാരിക്കേണ്ട ആളുകളല്ല ഞാനും പുഷ്കർ സാറും മഷൊക്കെ. പക്ഷെ നമുക്ക് ആദ്യം ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്താണ് മുടി എന്ന്, എങ്ങനെയാണ് മുടി വളരുന്നത്, ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അതിനുശേഷം ടോപ്പിക്കിലേക്ക് പോവാം. ഈ തലമുടി, ശരീരത്തിലുള്ള മുടി എന്ന് പറയുന്നത് മെയ്ഡ് ഡെഡ് പ്രോട്ടീൻ, കെറാട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാല് ആ പ്രോട്ടീന് ആണ് മുടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് 2 പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 2 പാർട്ട് എന്ന് പറയുന്നത്, ഒന്ന് ഹെയർ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ കാണുന്ന, ഇപ്പൊ മുടി എന്ന് പറയുന്ന ഈ തലയിൽ കാണുന്ന ഒരു ഭാഗം, അതാണ് നമ്മൾ പുറത്ത് കാണുന്ന ഒരു മുടി എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ അതിന്റെ റൂട്ട് അല്ലെങ്കിൽ ഫോളിക്കിൾ എന്ന് പറയും. അത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ് ഈ പിക്ചർ കാണുന്ന പോലെ കാണുന്ന ഒരു ഭാഗം. അത് 2 പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെയർ എന്ന് പറയുന്ന, ഹെയർ എന്ന് വിളിക്കുന്നത്. ഈ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് സ്കിന്നിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹെയർ. ഈ ഹെയർ ഫോളിക്കിൾ ആണ് ഹെയറിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. എയർ ഫോളിക്കിൾ ആസ് എയർ ബൾബ് എന്ന് വെച്ചാൽ അതിൽ എയർ ബൾബ് എന്ന് പറയുന്നത് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് താഴെ കാണില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ടൈപ്പിൽ, അതാണ് എയർ ബൾബ് എന്ന് പറയുന്നത്. ഈ എയർ ബൾബ് പാപ്പില എന്നറിയപ്പെടുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ പാപ്പില എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുടിയിലേക്ക് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പാപ്പില എന്ന് പറയുന്നത്. ഈ ഫോളിക്കിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെയും അതേപോലെ തന്നെ ബ്ലഡിനെയും ഒക്കെ എത്തിക്കുന്നത് എന്താണ്, ഈ പാപ്പിലാണ്. ഈ പാപ്പില ദർ ആർ ജെർമേറ്റീവ് സെൽസ്. ഈ പാപ്പിലയിൽ എന്തുണ്ട്, വേറെ കുറച്ച് സെല്ലുകൾ ഉണ്ട്. ആ സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ സെൽസ് ആർ കണ്ടിന്യൂസ്ലി ഗെറ്റിംഗ് ജനറേറ്റഡ് ആൻഡ് ഫോംസ് ഹെയർ. ഈ ഓരോ പഴയ ഹെയർ നശിച്ച് പുതിയ ഹെയർ വരുന്നതിനെ ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ഇതാണ്, അതിന്റെ ബീജകോശങ്ങൾ. ഇതാണ് നിലവിലുള്ള അവസ്ഥ. എങ്ങനെ ഹെയർ ഗ്രോത്ത് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹെയർ ഡസ് നോട്ട് ഗ്രോ കണ്ടിന്യൂസ്ലി ലൈക്ക് ഫിംഗർ. നഖം വളരുന്നത് പോലെ എന്ത് ചെയ്യൂല, ഈ മുടി വളരില്ല. മുടി വളരുന്നതിന് ഒരു സൈക്കിൾ ഉണ്ട്, ഒരു ചക്രം. ഇറ്റ്സ് കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ബൈ ന്യൂമറസ് ഹോർമോൺസ്. ഒരുപാട് ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ദ ഡെവലപ്മെന്റ് ഓഫ് ഹെയർ ഈ സൈക്ലിക് പ്രോസസ്, ഒരു സൈക്കിളാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലത്തെ ഒരു സൈക്കിളാണ്. അപ്പം ഏതൊക്കെ സ്റ്റേജ് ആണെന്നുള്ളതാണ് അത്. ഇതിൽ ബയോളജി ഒക്കെ പഠിച്ചവർക്ക് ഇതിനെ എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഗ്രോത്ത് ഫേസ് ഉണ്ട്, അനാഗൻ എന്ന് പറയും. മോസ്റ്റ് ഹെയർ ഈസ് ഗ്രോയിങ് അറ്റ് ഇൻ ഗിവൺ ടൈം. ഈച്ച് ഹെയർ സ്പെൻഡ് സെവറൽ ഇയേഴ്സ് ഇൻ ദിസ് ഫേസ്. ഒരു മുടി വളർന്ന് പൂർണ്ണലെത്തുന്നതിന് വർഷങ്ങളെടുക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മുടിയുടെ ലൈഫ് കൂടുതലായിരിക്കും. ട്രാൻസിഷണൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഓവർ എ ഫ്യൂ വീക്സ് ഹെയർ ഗ്രോത്ത് സ്ലോസ് ആൻഡ് ദ ഹെയർ ഫോളിക്കിൾ സിങ്ക്. ഈ ഹെയർ ഫോളിക്കിൾ ചുരുങ്ങി എന്ത് ചെയ്യും, മുടിയുടെ ആരോഗ്യം നശിച്ച് മുടി നശിക്കും. അത് മുടി പൊഴിഞ്ഞു പോകാൻ നമ്മൾ പറയും. അപ്പൊ അതൊരു പ്രോസസ്സാണ്. റെസ്റ്റിംഗ് ഫേസ്, ഓവർ മന്ത്സ് ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആൻഡ് ദ ഓൾഡ് ഹെയർ ഡിറ്റാച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോളിക്കിളിൽ നിന്ന് ആ മുടി എന്ത് ചെയ്യും, പഴയ മുടി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പൊരിഞ്ഞു പോകും. ആ പൊരിഞ്ഞു പോകുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യും, തൊട്ട് അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാല് പുതിയൊരു മുടി തിരിച്ചു വരുമ്പോഴാണ് ഈ പഴയ മുടി പൊഴിഞ്ഞു പോകുന്നത്. മുടി കൊഴിച്ചൽ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാം അസുഖമായിരിക്കില്ല. ഈ ഒരു പിക്ചർ കാണുന്നത് പോലെ ആ പഴയ ഹെയറിനെ പുറത്തേക്ക് തള്ളി എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഹെയർ വളർന്നു വരിക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ
ഒരു മുടി കൊഴിഞ്ഞു പോകുന്നതൊക്കെ ഒരുപാട് ആളുകൾ വെറുതെ ടെൻഷൻ അടിക്കും. മുടി കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികം. പക്ഷെ അത് എന്താ പറയാ, തിരിച്ചു വരാത്ത തരത്തിലേക്ക് മുടി കൊഴിഞ്ഞു പോവുക, മുടി പൊട്ടിപ്പോവുക, മുടിക്ക് എന്ത് ചെയ്യുക, ലോങ് ആയിട്ട് മുടി വളരുന്ന തടിയ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മുടെ ജീവിത രീതിയുടെയും പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സിനൊക്കെ പ്രോപ്പർ ആക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം വെക്കാനും മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മുടിയുടെ വളർച്ച കഴിഞ്ഞ് മുടിയുടെ ഒരു വർഷങ്ങളോളം എടുക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ആ ഒരു മുടിയിലേക്ക് ഈ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുമ്പോൾ ആരോഗ്യമുള്ള നല്ല തിക്നെസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു മുടി നിലനിർത്താൻ പറ്റും. കഷണ്ടിയുള്ള ആളുകൾക്ക് മുടി വരുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളല്ല ഇത് ശരിക്കും പറയേണ്ട ആൾക്കാർ. അപ്പോൾ മുടി കൊഴിച്ചുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട്, ലിവറിന് ഫംഗ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ മുടി കൊഴിയും, അസിഡിറ്റി ഉണ്ടെങ്കിൽ മുടി കൊഴിയും, വേറെ എന്തെങ്കിലും മെഡിസിന്റെ സൈഡ് എഫക്ട് കൊണ്ട് മുടി കൊഴിയും. നമ്മൾ എടുക്കുന്ന ജോലി സിമെന്റും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് മെല്ലെ മെല്ലെ സെല്ല് നശിച്ചിട്ട് മുടി കൊഴിയും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, മുടി തിരിച്ചു വരാൻ വരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിത് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ബയോ നാച്ചുറൽസ് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, 100% ഓർഗാനിക് ആണ്, ഷുഗർ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വെജിറ്റേറിയൻ ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് താഴെ കാണുന്നത്. USDA ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇന്നലെ മിന്നൊക്കെ സംസാരിച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ സർട്ടിഫൈ ചെയ്ത പ്ലാന്റ് എന്നാണ് നമ്മൾ ചെയ്യുന്നത് ഈ മൂലകോശങ്ങൾ വേർതിരിച്ചെടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് അത്രയും എന്തുണ്ടാവും, ആ പറയുന്ന റിസൾട്ട് അത് തരും. നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പേര്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രൊഡക്റ്റിന്റെ പേര് ബ്യൂട്ടി വൈറ്റൽ എന്നാണ്. ബ്യൂട്ടി വൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നത്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഹെയർ ഫാൾ. ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ കാറ്റലോഗിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഇത് മാത്രം ഒരു കസ്റ്റമർ പറഞ്ഞാൽ മതി, ഇതിന്റെ കണ്ടന്റ് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം അത് ശാസ്ത്രീയമായി നിർമ്മിച്ച് ക്ലിനിക്കൽ ട്രയലുകളും ടെസ്റ്റും ഒക്കെ നടത്തി ഹ്യൂമൻ ബോഡിയിലൊക്കെ പരീക്ഷിച്ചൊക്കെ ഇറക്കിയ പ്രൊഡക്റ്റാണ്. അപ്പൊ ഇത് മുടികൊഴിച്ചിലുള്ള തടിയും ആൻഡ് ഡള്ളായ ഡ്രൈ ആവുന്ന ഡാമേജ് ആയ മുടിയുടെ റിപ്പയറിങ്ങിനെ സഹായിക്കും. മുടി പൊട്ടിപ്പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് തരുന്നൊരു ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നോളജിന്റെ പേര് സിനർജിസ്റ്റിക് ഫൈറ്റോ കോസാലിറ്റി ടാർഗറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഞാനിത് പറയാൻ പോകുന്ന കുറച്ച് കണ്ടന്റുകൾ ഉണ്ട്. ഇതിന്റെ ആ കണ്ടന്റുകൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആവശ്യമുള്ള സ്റ്റെം സെല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് അത്രയും എന്ത് വരുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി സംസാരിച്ചു. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഇത് ടാബ്ലറ്റ് രൂപത്തിലാണ് ഈ പ്രൊഡക്റ്റ്. 60 ടാബ്ലറ്റ് ആണ് ബോട്ടിൽ ഉണ്ടാവുക. ഒരു ടാബ്ലറ്റ് 2 നേരം 30 മിനിറ്റ് ആഫ്റ്റർ മീൽ, ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുക, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ച അരമണിക്കൂറിന് ശേഷം രാവിലെ ഒരു ടാബ്ലറ്റ്, രാത്രി ഒരു ടാബ്ലറ്റ്, അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഗർഭിണികളും അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിച്ചാൽ മതി, ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് കഴിച്ചാൽ മതി. ഇതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ജിൻസങ്, ജയന്തി, ക്യാരറ്റ്. ഇത് ജിൻസങ് ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ച ഒരു കണ്ടന്റ് ആണ്. ആ ജിൻസങ് അന്ന് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചു, വേദനക്കുള്ള പ്രൊഡക്റ്റ്, ജോയിന്റ് വേദനക്കുള്ള പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചു. ഇതിൽ ഉപയോഗിക്കുന്നത് ജിൻസങ്ങിനുള്ള പ്രത്യേകത. ജിൻസങ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ജിൻസങ്, ചൈനീസ് ജിൻസങ്, കൊറിയൻ ജിൻസങ്, ഇന്ത്യൻ ജിൻസങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് കൊറിയൻ ജിൻസങ് ആണ്. ജിൻസങ് offers several benefits for hair health, including promoting growth, reducing breakage of and hair loss, and soothing scalp irritation. തലയിൽ ഉണ്ടാകുന്ന ചൊറി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ മാറ്റിയെടുക്കാനും മുടി പൊട്ടിപ്പോകുന്നതിനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന കണ്ടന്റുകൾ ജിൻസങ്ങിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇറ്റ് ഈസ് റിച്ച് ഓഫ് വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് ആന്റി ഓക്സിഡന്റ് ദാറ്റ് nourish hair follicles and strengthen hair strands, potentially leading to longer healthier hair എന്നാണ്. അപ്പോൾ
നേരത്തെ നമ്മൾ പറഞ്ഞ, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ കണ്ട ഒരു പാർട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജിൻസങ് ആണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഹെയർ ഫോളിക്കിൾസിനെ എന്ത് ചെയ്യും, നോറിഷ് ചെയ്യുന്നത്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ആ മുടിയുടെ കോശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തിയായി നിൽക്കാൻ വേണ്ടി, അതിന് ഡാമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റ് സഹായിക്കും. രണ്ടാമത്തത് ജയന്തി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് അഗത്തി എന്ന് പറയും, അല്ലെങ്കിൽ അഗസ്ത്യ എന്നൊക്കെ പറയും. അതിന്റെ ശാസ്ത്രീയ നാമം സെസ്ബാനിയ ഗ്രാൻഡി ഫ്ലോറ എന്നാണ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാല്, ഇത് വിശ്വസിക്കപ്പെടുന്നത് സെവറൽ ബെനിഫിറ്റ് ഫോർ ഹെയർ ഹെൽത്ത് ഇൻക്ലൂഡിംഗ് പ്രൊമോട്ടിംഗ് ഗ്രോത്ത്, റെഡ്യൂസിങ് ഹെയർ ഫാൾ, മുടി കൊഴിച്ചിലെ തടയാനും മുടി സ്ട്രോങ് ആയി നിൽക്കാനും സഹായിക്കുന്ന കണ്ടന്റുകളാണുള്ളത്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബയോട്ടിൻ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതാണ് രണ്ടാമത്തെ കണ്ടന്റ്. മൂന്നാമത്തെ കണ്ടന്റ് ക്യാരറ്റിന്റെ അകത്തുനിന്ന്, ക്യാരറ്റിന്റെ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റ് ആണ്. അത് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് മുടിയുടെ ആരോഗ്യത്തിനും അതിന്റെ സെല്ലിന്റെ ഗ്രോത്തിനും ഒക്കെ സഹായിക്കും. ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരുപാട് പറഞ്ഞു പോകാനൊന്നുമില്ല. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ച് തടയാൻ പറ്റും, മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും, മുടി പൊട്ടിപ്പോകുന്നതിനെ തടയാൻ പറ്റും, മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 10 കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. മിനിമം ഒരു 3-4 മാസം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ആ 4 മാസം ആകുമ്പോഴത്തേക്ക് അവരെ ബോഡിയിൽ എന്ത് ചെയ്യും, മുടിയുടെ അഴക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഒരു എൻട്രി കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഡിസ്കസ്. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ. അതിന്റെ പരീക്ഷണത്തിലാണ് പൊതുവെ നിലവിൽ ലോകം മൊത്തം. ഈ വിഷയം ആയതുകൊണ്ട് ചന്ദ്രഭാഷ ഒന്നും പെട്ടാത്തതല്ലേ? ഇത് നമ്മളുടെ ടോപ്പിക്കല്ല, നിങ്ങൾക്കുള്ളത്. പക്ഷെ ഇത് ഈ നമ്മളിപ്പോ ഇറങ്ങിയ ഈ 10 പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ മിറാക്കിളായിട്ട് റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റുകളാണ്. കാരണം അത് ഓൾറെഡി 19 വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ പ്രൊഡക്റ്റ്. ആ കമ്പനിയുടെ പ്രൊഫൈലൊക്കെ എനിക്ക് തോന്നുന്ന കുറെ ആളുകൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള സയന്റിസ്റ്റ് വിങ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുണ്ട്, UAE-ക്കാരുണ്ട്, ജർമ്മൻകാരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകളുടെ ഒരു കൺസോർഷ്യം ശരിക്കും. ഈ ഒരു എന്നുവെച്ചാൽ ഒരു നമ്മൾ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ അസുഖങ്ങളുടെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഡിസോർഡറുകളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു ദോഷകരമായ ഒന്നുമില്ലാത്ത ഒരു ഔഷധങ്ങൾ ലോകത്തിന് സപ്ലൈ എന്നുള്ളതാണ് ആ കമ്പനിയുടെ ലക്ഷ്യം. അതൊരു വലിയൊരു പ്രോസസ്സാണ്, ഒരു തപസ്സാണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ.